ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് എങ്ങനെ നമ്മുടെ പി സിയിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ഫോണിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ എങ്ങനെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. മറക്കാതെ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും പി സിയിൽ മൈക്രോസോഫ്റ്റ് ഉണ്ടാവും. മൈക്രോസോഫ്റ്റ് എഡ്ജ് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്ന ലിങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞ് ഗെയിംസ് സംതിങ് എല്ലാം കാണും. നമ്മുടെ സാധാരണ ഫോണിലേക്ക് കാണുന്ന പോലെയൊക്കെ തന്നെ കാണും. എന്നിട്ട് അതിൻ്റെ ആപ്സിൻ്റെ സെക്ഷനിലേക്ക് വരും. അപ്പോൾ കുറേ ആപ്സ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫോണിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഈ ആപ്സ്. സ്നാപ്ചാറ്റ്, ട്രൂ കോളർ, സൊമാറ്റോ, സ്വിഗ്ഗി, സംതിങ്. ഓക്കെ, അപ്പം നമ്മുടെ വിഷയം അതല്ല, നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനല്ലേ. എന്നിട്ട് എന്നെ ചെയ്യേണ്ടത് ഈ മോള് റൈറ്റ് സൈഡ് കോർണർ, എൻ്റെ മൗസ് പോയിൻ്റർ പോകുന്ന നോക്കിയാൽ മതി. ആ കോർണറിൽ ഒരു ക്ലിക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അല്ലേ. ആ ആപ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ദിസ് സൈറ്റ് ആസ് ആൻ ആപ്പ് അത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് തുറന്നു വരും. എന്നിട്ട് നമുക്കിതിൻ്റെ ബാക്കി ഭാഗമൊന്നും വേണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് അടിച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള അത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് തുറന്നു വന്നിട്ട്, അതായത് നിങ്ങൾക്ക് ആപ്സിൻ്റെ നമ്മുടെ ഷോർട്ട് കട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിൻ ടു ടാസ്ക് ബാർ ആണെങ്കിൽ വേണേൽ കൊടുക്കാം, പിൻ ടു സ്റ്റാർട്ട് ബാർ ആണെങ്കിൽ കൊടുക്കാം. ഞാൻ ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അലോ കൊടുത്തു. സംഭവം കഴിഞ്ഞു, ഒന്നുമില്ല. ജസ്റ്റ് ചാവർ പോലെ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നോക്കിയേ കറക്റ്റ് എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പോലെ എല്ലാവർക്കും അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾറെഡി എൻ്റെ പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ആക്കുന്നത്. ജസ്റ്റ് ആപ്സ് എടുക്കുക. ആപ്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ സൊമാറ്റോ, മെസ്സഞ്ചറോ ഏതാണോ വേണ്ടതെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫേസ്ബുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ സാധാരണ പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള പോലെ കാണിക്കുന്നുണ്ട്. മില്യൺ സംതിങ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കും. ഈ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ എന്നെ വേണ്ടത് നമുക്കൊരു മെയിൽ അഡ്രസ്സ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് ഒന്ന് കൊടുക്കുക. മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി തന്നെ ചെയ്താണ്. അപ്പം എൻ്റെ ഒരു മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ എന്ത് ചെയ്യുക, ആ മെയിൽ അഡ്രസ്സും കൂടെ കൊടുത്ത് സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. പ്ലേ സ്റ്റോർ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറക്കാതെ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക്സ്.